നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാനായി ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി തുടരുകയാണ്. തീർച്ചയായിട്ടും ഒരു ഇട പോലും നൽകാതെ, ഒരു കണിക പോലും അവസരം നൽകാതെ മയക്കുമരുന്ന് കച്ചവടക്കാർക്കായാലും ഉപയോഗിക്കുന്നവർക്കായാലും കാരിയർമാർക്കായാലും ഒക്കെ തന്നെ ഒരു അണുവിട രക്ഷപ്പെടാൻ, ശ്വാസം വിടാൻ പോലും സമയം നൽകാതെയാണ് പോലീസും എക്സൈസും മറ്റ് അനുബന്ധ ഏജൻസികളും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ ഓപ്പറേഷൻ തൂഫാനുമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ കോണുകളിലും പറന്ന് എത്തുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്കല്പം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടും അതെ, എന്നാലും ഒന്ന്, ഈ കാരിയർമാരായി വരുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഇടപാടുകളിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളാകുന്നതും കൂടുതലും സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഖേദകരമായ ഒരു കാര്യം. കാരണം സ്ത്രീകളെ ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് വാഹകരാക്കി ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയ പൈസ കൊടുത്താൽ മതി. മാത്രമല്ല, സ്ത്രീകളെ അങ്ങനെ പെട്ടെന്നാരും സെർച്ച് ചെയ്യുന്നുമില്ല. ഇപ്പോൾ ട്രെയിനിൽ ഒരു സ്ത്രീ സാധാരണഗതിയിൽ വേഷം ധരിച്ച് ഒരു ബാഗും പിടിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും അത് ഏത് ഉദ്യോഗസ്ഥനായാലും പെട്ടെന്ന് പരിശോധിക്കില്ല. അത് ഇവർ ഒരു അവസരമാക്കി എടുക്കുന്നു. അത് അത്യന്തം ദുഃഖകരമാണ്. നമ്മുടെ നല്ല ജോലിയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല രീതിയിൽ പഠിച്ചൊക്കെ മുമ്പോട്ട് പോകുന്ന കുട്ടികളും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ത്രീകളും വീട്ടമ്മമാരും ഒക്കെ തന്നെ ഇതിൻ്റെ കാരിയർമാരായി മാറുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനിൽ നിന്ന്, അതിൻ്റെ കേസെടുത്തതിൽ നിന്നും അത് ആളുകളെ കണ്ടെത്തിയതിൽ നിന്നും ഒക്കെ തന്നെ മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം, അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹകരും ഉപയോക്താക്കളും ഒക്കെയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് മാഫിയെ നിയന്ത്രിക്കുന്നത് തന്നെ ഇവരാണോ എന്ന് തോന്നിപ്പോകും. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരടക്കം തിരുവനന്തപുരം ജില്ലയിലും എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ നടത്തിയ പരിശോധനകളിൽ ഭൂരിഭാഗവും പിടിയിലായിരിക്കുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. ഇവർ കുറെ നേരത്തെ ബംഗാൾ ഇലക്ഷൻ, ആസാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കുറെ പേർ പോയി, കുറെ പേർ തിരിച്ചു വന്നവരൊക്കെ തന്നെ ഇത്തരം നിരോധിത ലഹരി പദാർത്ഥങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടൊക്കെ വന്ന് അത് അവിടെയും ഇവിടെയും ഒക്കെ സൂക്ഷിച്ച്, പെട്ടിക്കടകളിലും ഒക്കെ സൂക്ഷിച്ച് ഇവർ തന്നെ വിൽപ്പന നടത്തുകയും ആളുകൾ വന്ന് വാങ്ങുകയുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ 500 രൂപ കൊടുത്താൽ 1-2 പൊതി കഞ്ചാവ് 3 മിനിറ്റിനകം എത്തിക്കാം എന്ന് ഒരു അന്യസംസ്ഥാന തൊഴിലാളി റിപ്പോർട്ടറോട് പറയുന്നത് കേട്ടു. ഇത് കൂടുതൽ ആഴങ്ങളിലേക്ക്, അതായത് ഇതിൻ്റെ അടിവേരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇവരൊക്കെ ശരിക്കും വാഹകരായിരിക്കാം, അല്ലെങ്കിൽ ഇത് വിറ്റ് പണം വാങ്ങുന്നവരായിരിക്കാം, ഇത് ഉപയോഗിക്കുന്നവരായിരിക്കാം. പക്ഷേ ഇത് എവിടുന്ന് വരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സ് എവിടുന്നാണ്, ഇതെവിടുന്ന് ഇവർക്ക് കിട്ടുന്നു, എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്താണ്? ഇത് മലയാളികളടക്കം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിരവധി പേർ രഹസ്യമായിട്ട് വീട്ടുമുറ്റത്ത് വരെ കഞ്ചാവ് കൃഷി ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്ത്രീകളടക്കം ഈ കഞ്ചാവ് കൃഷിക്ക് വേണ്ടി കാവലിരിക്കുന്നത് നമുക്ക് കണ്ടു. അപ്പം അത് കഞ്ചാവ് മാത്രം. അങ്ങനെ ഈ രാസലഹരി, MDMA പോലുള്ള രാസലഹരികളുണ്ട്, അതുപോലെ സ്റ്റാമ്പുകളുണ്ട്, ഹെറോയിന്, ബ്രൗൺ ഷുഗർ, അതുപോലെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ എവിടുന്ന് വരുന്നു, അല്ലെങ്കിൽ ആര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു, ആരാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ ചിലപ്പോൾ അതറിയണമെന്നില്ല. കാരണം ഇവർ 4-മത്തെയോ 5-മത്തെയോ ഘട്ടം വാഹകരോ അല്ലെങ്കിൽ വിൽപ്പനക്കാരോ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഈ സ്ത്രീകളെ ഉപയോഗിച്ചുള്ള ഇത്തരം മയക്കുമരുന്ന് ഇടപാടുകൾ, അതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു 99% നമുക്ക് വെറും ന്യൂസൻസ് ആണ്, നമുക്ക് ശല്യമാണ് ഇവർ എല്ലാ തരത്തിലും. എവിടെ പോയാലും, ഒരു യാത്രക്കിടയിലായാലും ശരി, നമ്മളെങ്ങോട്ടെങ്കിലും നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ കൂടി ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ഇവർ, അവർ ഏത് സംസ്ഥാനക്കാരായിക്കോട്ടെ, ബംഗ്ലാദേശികളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവർ ഒരു പൊതു ശല്യം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. അവരില്ലെങ്കിൽ നമ്മുടെ പണി നടക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ എല്ലാ മേഖലകളിലും, ഇത്തരം ക്രിമിനൽ മേഖലകളിൽ, പ്രത്യേകിച്ചും സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്, മോഷണം, മയക്കുമരുന്ന്, ക്രിമിനൽ മേഖലകളിലൊക്കെ ഇവർ കൂടുതലായി ഇടപെടുന്നു എന്നത് തീർച്ചയായിട്ടും അത് ഓപ്പറേഷൻ തൂഫാന്റെ കൂടി ഭാഗമായിട്ട് ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ ഒന്ന് പരിഗണിക്കേണ്ട വിഷയമാണ്. ഇവരെ ഈ മയക്കുമരുന്ന് മാത്രമല്ല, ഇവർ വേറെ എന്തെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇവർ അവിടുന്ന് ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണോ, ഇവർ ഇന്ത്യക്കാരാണോ, ബംഗ്ലാദേശികളാണോ, തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. അതുപോലെ സ്ത്രീകളെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് പലപ്പോഴും സ്വന്തക്കാരോ ബന്ധുക്കാരോ വേണ്ടപ്പെട്ടവരോ ആയിരിക്കും. ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ അച്ഛനായിരിക്കാം. നേരത്തെ ഒരു കുട്ടിയുടെ കയ്യിൽ പിതാവ് മദ്യം മാറ്റി കൊടുത്തുവിട്ട കഥ കോഴിക്കോട് താമരശ്ശേരിയിൽ നമ്മൾ കേട്ടല്ലോ. എന്തായാലും ശക്തമായി മുമ്പോട്ട് പോകണം. ഇത് അടുത്ത പടി എന്നുള്ള നിലയ്ക്ക്, ഇപ്പം ബോധവൽക്കരണമൊക്കെ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്, എന്നാൽ പോലും അടുത്ത പടി എന്നുള്ള നിലയ്ക്ക് ഇത് കൂടുതൽ ശക്തമാക്കി കൂടുതൽ മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലേക്കും അതുപോലെ മലയോര മേഖലകളിലേക്കും കടൽ തീര മേഖലകളിലേക്കും ഒക്കെ തന്നെ കൂടുതൽ വ്യാപിപ്പിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കും എക്സൈസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അവരുടെ പോലീസ് രഹസ്യമാണ്, അവർ പറയുന്നില്ല അതെങ്ങനെ ചെയ്യും എന്നുള്ളത്. എന്തായാലും ഇത് നിർത്താനേ പോകുന്നില്ല. ഘട്ടം ഘട്ടമായി
നമ്മുടെ സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കുന്നത് വരെ കൃത്യമായി ഇത് തുടരും എന്നത് നമുക്ക് ആശ്വാസം തരുന്നതാണ്. എല്ലാവിധ പിന്തുണയും നമ്മളും കൊടുക്കുന്നു. നമ്മളൊക്കെ തന്നെ തൂഫാൻ വാരിയേഴ്സാണ്, സ്വയം പ്രഖ്യാപിതമാണ്. നമ്മളെ മന്ത്രി പ്രഖ്യാപിച്ചില്ല, എന്നാൽ പോലും നമ്മളൊക്കെ തൂഫാൻ വാരിയേഴ്സ് തന്നെയാണ്. കൃത്യമായി ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നടപടികൾക്കുള്ള സമ്പൂർണ്ണ പിന്തുണ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്, നമ്മളും നൽകുകയാണ്. ശക്തമായി തന്നെ മുമ്പോട്ട് പോകട്ടെ. അടുത്ത ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. കൂടുതൽ ശ്രദ്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി കൂടുതൽ മേഖലകളിലേക്ക് പരിശോധനകളൊക്കെ തന്നെ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഓപ്പറേഷൻ തൂഫാൻ.